നമസ്കാരം സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം. ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത്. മാത്രമല്ല 25,400 എന്നൊരു ലെവൽ കൈവിടുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും IT ഓഹരികൾ ഉണ്ടായിട്ടുള്ള വിൽപ്പനാ സമ്മർദ്ദം തന്നെയാണ് നിഫ്റ്റി ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് IT സൂചിക 1% ഇടിവിലേക്ക് പോയൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ TCSന്റെ റിസൾട്ടുകൾ വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. TCSന്റെ റിസൾട്ടോടുകൂടി ഇന്ന് റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് IT ഓഹരികൾ വലിയൊരു വിൽപ്പനാ സമ്മർദ്ദം കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ എങ്കിൽ പോലും മൊത്തത്തിൽ നമ്മൾ അനലിസ്റ്റുകളുടെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ഏർണിംഗ്സിന്റെ ആ ഒരു മ്യൂട്ടഡ് പെർഫോമൻസിൽ നിന്നും കുറെ കൂടെ റിക്കവറി രേഖപ്പെടുത്താൻ FY26 സാധിച്ചേക്കാമെന്നുള്ളൊരു എസ്റ്റിമേഷൻ ആണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതിൽ TCSന്റെ അനുമാനങ്ങൾ നമ്മൾ മോർണിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ ടാറ്റ സ്റ്റീൽ, ആക്സിസ് ബാങ്ക്, പവർ ഗ്രിഡ്, ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലുള്ള ഓഹരികൾക്കൊക്കെ തന്നെ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, HCL ടെക് പോലുള്ള ഓഹരികളിലാണ് വലിയ തോതിലൊരു സെൽ ഓഫ് കാണുന്നത്. ഭൂരിഭാഗം നിഫ്റ്റി 50 ഓഹരികളും ഇന്ന് ട്രേഡ് ചെയ്യുന്നത് റെഡിൽ തന്നെയാണ്. സൂചികളുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും മെറ്റൽ സൂചികയിലാണ് വളരെ നേരിയ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം റിയാലിറ്റി സെക്ടറിലും നേരിയ ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. മറ്റെല്ലാ സൂചികകളും ഇന്ന് ചുവപ്പിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയുള്ള സെഷനിൽ നിഫ്റ്റി നിലവിൽ നോക്കുകയാണെങ്കിൽ 25,350 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാം. 360 ആ ഒരു റേഞ്ചിൽ 115 പോയിന്റോളം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസെക്സ് നോക്കുമ്പോൾ 83,171 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം നടത്തുന്നത്. ഏകദേശം 400 പോയിന്റോളം ഒരു ഇടിവ് സെൻസെക്സിലും കാണുന്നുണ്ട്. അതിനാൽ തന്നെ വരുന്ന ഒരു മണിക്കൂറുകളിൽ ഇനി നമുക്ക് നിർണായകമാകുന്ന ഒരു സപ്പോർട്ട് 25,221 ആണ്. അപ്സൈഡിൽ 25,670 തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് പതിവ് പോലെ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെടുന്ന ഓഹരികൾ നോക്കാം. കുറേ അധികം ഓഹരികൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കവർ ചെയ്യുന്നുണ്ട്. കാരണം Q1 ഏർണിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ ഈ ഒരു ഏർണിംഗ്സ് സീസണിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ വിവിധ ബ്രോക്കറേജുകൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെ ബ്രോക്കറേജുകളാണെന്നും ഏതൊക്കെ സ്റ്റോക്കുകളാണെന്നും പറയും. അതിൻ്റെ ടാർഗറ്റ് പ്രൈസും കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഏതൊക്കെ ഓഹരികളാണ് ഇപ്പോൾ പൊട്ടൻഷ്യൽ ഉള്ള ഈ ഒരു ഏർണിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പതിവ് പോലെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് മോർഗൻ സ്റ്റാൻലിയുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കാം. അതൊന്ന് PSU കമ്പനികളായിട്ടുള്ള REC ലിമിറ്റഡും പവർ ഫിനാൻസ് കോർപ്പറേഷനുമാണ്. ഇന്നത്തെ ഒരു വിപണിയിൽ നല്ലൊരു മുന്നേറ്റം ഓഹരികൾക്ക് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. 3% ഒരു നേട്ടം ഇൻട്രാഡേയിൽ ഈ ഒരു നെഗറ്റീവ് വിപണിയിലും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ REC ലിമിറ്റഡിന് 485 രൂപ എന്നുള്ള ടാർഗറ്റ് പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത്. പവർ ഫിനാൻസ് കോർപ്പറേഷന് 508 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 23%-ന്റെയും 21%-ന്റെയും അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇരു ഓഹരികൾക്കും മോർഗൻ സ്റ്റാൻലി കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ജെഫറീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ഓഹരികളുണ്ട്. അടുത്ത 12 മാസ കാലയളവിലേക്കാണ് ജെഫറീസ് ഈ സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ജെഫറീസ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, കമ്പനീസിനെ സംബന്ധിച്ച് വെല്ലുവിളികൾ നേരിടുമ്പോൾ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് ബ്രോക്കറേജുകൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അണ്ടർ പെർഫോമൻസ് നമുക്കൊരു അവസരമാക്കാം എന്നുള്ളൊരു വ്യൂ പങ്കുവെച്ചുകൊണ്ടാണ് ജെഫറീസ് 3 ഓഹരികൾക്ക് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത്. ജെഫറീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 ഓഹരികൾ വരുൺ ബിവറേജസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഏഷ്യൻ പെയിന്റ്സ് എന്നീ ഓഹരികളാണ്. അടുത്ത 12 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഓഹരിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. വരുൺ ബിവറേജസിന് ജെഫറീസ് മാത്രമല്ല HSBCയും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. HSBC ബൈ എന്ന റേറ്റിംഗ് നൽകുമ്പോൾ 620 രൂപ വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 670 ആയിരുന്നു മുൻപ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ 620 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ജെഫറീസിന്റെ ഒരു അഭിപ്രായം നോക്കാം. വരുൺ ബിവറേജസിനെ സംബന്ധിച്ച് റിലയൻസിന്റെ ക്യാമ്പ കോളയിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു കോമ്പറ്റീഷൻ അടക്കമുള്ള പല വെല്ലുവിളികളും നേരിടുന്ന ഒരു സാഹചര്യമാണ് വരുൺ ബിവറേജസിനുള്ളത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ പോലും കമ്പനിയെ സംബന്ധിച്ച് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടാണ് തുടരുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് ജെഫറീസ് പങ്കുവെക്കുന്നത്. ഇതിന്റെ
അടിസ്ഥാനത്തിൽ 560 രൂപ വരെ എത്താനുള്ളൊരു സാധ്യത ഓഹരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ ജെഫ്രീസ് അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. ഏഷ്യൻ പെയിൻസിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്രാസിമിന്റെ ബിർള ഓപ്പസിൽ നിന്നും വരുന്ന കോമ്പറ്റീഷൻ ആണ്. മാത്രമല്ല ഡിമാൻഡ് പൊതുവെ ഇപ്പോൾ ഒരു കുറയുന്നൊരു സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അണ്ടർ പെർഫോം ചെയ്യുന്ന സാഹചര്യത്തിലും ഈ ഒരു സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്നും റിക്കവറി ഉണ്ടായേക്കാമെന്നുമുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ജെഫ്രീസ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 2830 രൂപ വരെ എത്താനുള്ള സാധ്യത ഓഹരിക്കുണ്ട് എന്ന് ബ്രോക്കറേജ് പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ് ജെഫ്രീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. കഴിഞ്ഞ ഒരു 5 വർഷ കാലയളവിൽ ഈ ഒരു FMCG ഭീമന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഓൾറെഡി ലോങ് ടേമിൽ പോർട്ട്ഫോളിയോയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം കാര്യമായൊരു നേട്ടമൊന്നും തന്നെ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. കാരണം ഡിമാൻഡ് വീക്ക്നെസ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് പ്രഷേഴ്സ് ഉണ്ട്, അത്തരത്തിലുള്ള പല ഫാക്ടേഴ്സും കാരണം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഒരു ഓഹരിയാണ് HUL. പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുമെന്നൊരു അഭിപ്രായമാണ് ജെഫ്രീസ് പങ്കുവെക്കുന്നത്. ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 2950 രൂപ വരെ എത്തിയേക്കാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ആണ് ഇപ്പോൾ ജെഫ്രീസ് കാഴ്ചവെക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ AMC കമ്പനികൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ICICIയുടെ AMC കമ്പനി ഇപ്പോൾ IPO ആയിട്ട് വരുന്നുണ്ട്. ഒരു കോമ്പറ്റീഷൻ വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിലും ആൻറ്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് പല AMC ഓഹരികൾക്കും പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 21% ഒക്കെ തന്നെ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആൻറ്റിക് സ്റ്റോക്ക് ബ്രോക്കിങ്ങിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട AMC ഓഹരികൾ HDFC AMC, നിപ്പോൺ ലൈഫ് ഇന്ത്യ AMC, UTI AMC, ആദിത്യ ബിർള സൺ ലൈഫ് AMC എന്നീ ഓഹരികളാണ്. ഇനി ഈ ഓഹരികൾക്ക് നൽകുന്ന ടാർഗറ്റ് വില കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിൽ HDFC AMCക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 6000 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 17% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. നിപ്പോൺ ലൈഫ് ഇന്ത്യ ഓഹരിയെ സംബന്ധിച്ച് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 21% മുന്നേറ്റമാണ് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 950 രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട്. ആദിത്യ ബിർള സൺ ലൈഫിനെ സംബന്ധിച്ചും 900 രൂപ തന്നെയാണ് സ്റ്റോക്ക് ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. അതായത് 11% ഒരു മൂവ്മെന്റ് ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. UTI AMCക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 1500 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. 12% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഈ ഒരു സ്റ്റോക്കിനും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഹരിക്ക് ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത്. ഇനി നമുക്ക് Q1 സീസൺ ആരംഭിക്കുമ്പോൾ വിവിധ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ JM ഫിനാൻഷ്യലിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, ICICI ബാങ്ക് എന്നീ ലാർജ് ക്യാപ്പ് ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ തന്നെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതിനാൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരീക്കോ, ഡിക്സൺ, ആദിത്യ ബിർള ക്യാപിറ്റൽ പോലുള്ള കമ്പനികൾ മിഡ് ക്യാപ്പ് സെഗ്മെന്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സ്മോൾ ക്യാപ്പിൽ ഡെലിവറി, PNB ഹൗസിംഗ്, കിംസ് പോലുള്ള ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കാമെന്ന് JM ഫിനാൻഷ്യൽ പറയുന്നുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസിന്റെ ഒരു റഡാറിൽ 9 ഓഹരികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ശ്രീറാം ഫിനാൻസ്, JSW എനർജി, പെർസിസ്റ്റന്റ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, സെൻസേറ എഞ്ചിനീയറിംഗ്, KEC ഇന്റർനാഷണൽ, നാൽക്കോ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, മോൾഡ് ടെക് പാക്കേജിംഗ് പോലുള്ള ഓഹരികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു Q1 സീസൺ കുറെ കൂടെ ബെറ്റർ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ICICI ബാങ്ക്, HDFC ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI പോലുള്ള ബാങ്കിംഗ് ഓഹരികൾക്ക് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ലാർസൻ ആൻഡ് ട്യൂബ്രോ, ടൈറ്റൻ, HCL ടെക് പോലുള്ള മറ്റ് ഓഹരികളും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻറ്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലാർജ് ക്യാപ്പ് ഓഹരികൾ ICICI ബാങ്ക്, SBI, HCL ടെക്നോളജീസ്, ടൈറ്റൻ പോലുള്ള ഓഹരികളാണ്. മിഡ് ക്യാപ്പിൽ ഇത് BHEL, HPCL, എംഫസിസ്, റാഡിക്കോ, ഖായിത്താൻ പോലുള്ള ഓഹരികളാണ്. ഇനി സ്മോൾ ക്യാപ്പ് പിക്സ് ആയിട്ട് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PTC ഇൻഡസ്ട്രീസ്, ഷാലറ്റ് ഹോട്ടൽസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, NCC ലിമിറ്റഡ് പോലുള്ള ഓഹരികളാണ്. സോ നമ്മളിന്ന് കുറേയധികം സ്റ്റോക്കുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക, ട്രാക്ക് ചെയ്യുക, വിദഗ്ധരുടെ അഭിപ്രായത്തോടു കൂടി മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക.